എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ ഉച്ചയൂണ് വിശേഷങ്ങളാണ്. അതിലിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മീൻകറി ഉണ്ട്, അതായത് അയല തേങ്ങ അരച്ച് കറി വെച്ചത്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് വെള്ളരിക്കയുണ്ട്, പച്ചടി, നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് പച്ചടി വയ്ക്കാൻ ഒരു പാകം വലുപ്പത്തിനുള്ള വെള്ളരിക്കയാണ്. പിന്നെ അതിലേക്കുള്ള ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട്. തേങ്ങ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പം ഇന്ന് വെള്ളരിക്ക പച്ചടിയാണുള്ളത്. വെള്ളരിക്ക പച്ചടി കുറേ ദിവസമായി വെള്ളരിക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇപ്പം ഇന്ന് നമ്മളെ മീൻകറി ഇവിടെ അടുപ്പത്ത് ഇന്നിപ്പോൾ തേങ്ങ അരച്ച അയിലക്കറിയുണ്ട്. അപ്പോൾ അത് ഏറെക്കുറെ ആയി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പച്ചടീൻ്റെ പണി നോക്കാൻ. മീൻകറി ഇവിടെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ചെറിയ അയിലയാണ്. അപ്പോൾ അത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ വറവിടാൻ വേണ്ടി വാങ്ങി വെച്ചതാണ്. അപ്പോൾ ആദ്യം മീൻകറി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ മീൻകറീൻ്റെ അത് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് വെള്ളരിക്ക എടുത്തിട്ട് തോലൊക്കെ ചെത്താം. നാടൻ വെള്ളരിക്കയാണ്. ഇതിലിപ്പോൾ വെള്ളരിക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. വെള്ളരിക്ക പച്ചടി. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും മീൻകറി ഉണ്ട്. മീൻകറീൻ്റെ കൂടെ ഇതും കൂടി ആവട്ടെ വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ 2 വെള്ളരിക്ക ഉണ്ടല്ലോ, അപ്പോൾ രണ്ടാമത്തേക്കൊന്ന് തോലി എത്തി എടുക്കാം. ഇപ്പോൾ ഒന്ന് മുറിച്ചൊക്കെ ഒന്ന് എടുക്കാം. ഇനി മുറിച്ച് നമുക്ക് നുറുക്കാനുള്ളതാണ്. അപ്പോൾ കഴുകിയെടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കത് നുറുക്കാം. അപ്പോൾ അധികം വലിപ്പത്തിലല്ലാതെ ഈ ഒരു പരുവത്തിൽ അങ്ങനെ നുറുക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇന്നത് കുക്കറിലല്ല, മൺചട്ടിയിലാണ് വെക്കുന്നത്. പിന്നെ അങ്ങനെ വേവിച്ചെടുക്കാനുള്ളത് തന്നെയാണ്. കുക്കറിലെ പോലെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് വേവില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ചട്ടിയിലിടാം. നുറുക്കിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, ചട്ടിയിൽ നേരെ ഇടാം. അതിപ്പോൾ ഇവിടെ അടുപ്പത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ തേങ്ങയൊന്ന് ചിരകാം. അപ്പോൾ അത് ചിരകല് കഴിഞ്ഞു, അധികമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. അതിനിപ്പോൾ നമ്മൾ പച്ചമുളക് അത് ചേർത്തു. പിന്നെ തേങ്ങ ചിരവിയത്. ഇനിയിപ്പോൾ അതിലേക്ക് തൈര് ചേർക്കാണ്. പിന്നെ പച്ചക്കടുക്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് അതുകൊണ്ട് അരച്ചെടുത്തത് കണ്ടോ, ഞാനുണ്ട് അരച്ചെടുത്തു. അത് ഇവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളരിക്ക ഇതിൽ ചട്ടിയിൽ ലേശം വെള്ളം പാർന്നിട്ട് ഉപ്പൊക്കെ ഇടാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതുണ്ട് വേവട്ടെ. നമ്മൾ അരച്ച് ഒക്കെ വെച്ചു. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊന്നുണ്ട് വേവുക.
അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നു. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്, പിന്നെ അമ്മയ്ക്ക് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇപ്പോൾ ഇത് അരച്ചത് പാരിയാണ്. ഇപ്പോൾ വെള്ളരിക്കൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലാച്ചെങ്കിൽ നല്ല കട്ടയാക്കിയിട്ട് വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് വെള്ളത്തോടി, അമ്മയ്ക്ക് ഇത് ഇങ്ങനെയാണ് ഇഷ്ടം, പിന്നെ ഒന്ന് കുറുകും ചെയ്യും. അപ്പോൾ ഇതാ നമുക്കതിൽ ഇനി കറിവേപ്പില അതിടാനുള്ളതാണ്. എന്തായാലും കഴിക്കാനാകുമ്പോഴേക്ക് ഇരുന്ന് വറ്റും. പിന്നെ ഇതാ വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, ഇത് നമുക്ക് താളിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മളെ പച്ചടി ഇവിടെ റെഡിയായി. ഇനി ഇതാ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കുകയാണ്. പിന്നെ മീൻകറി ഇന്ന് പിന്നെ കുടംപുളി ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. തലണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പച്ചടി, പപ്പടം കാച്ചിയത്, അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന്. ഇതിപ്പോൾ കറിയായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ മീൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി പച്ചടി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ വെച്ചു, അത്രയേ ഉള്ളൂ. 2 കറിയും നല്ല രസമാണിത്. ഇപ്പോൾ മോരൊഴിച്ചിട്ടൊക്കെ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.